സെബാസ്റ്റ്യൻ പാലക്കൽ മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയാണ് ശ്രീ സെബാസ്റ്റ്യൻ. ശ്രീ സെബാസ്റ്റ്യൻ, ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഈ വിധി അത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. സർക്കാരിന് ഉത്തരം പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇതിന് എന്താണ് ഈ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം? ഈ മുനമ്പം ഭൂസംരക്ഷണ സമിതി ഇനി ഈ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്? അതായത് ഈ ഞങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ മീറ്റിംഗിൽ ഞങ്ങൾ പറഞ്ഞു, ഈ കമ്മീഷന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം ഇതിക്ക് മുമ്പ് ഒരു നിസാർ കമ്മീഷൻ വന്നിട്ട് ആ നിസാർ കമ്മീഷൻ ഒരു കാരണവശാലും ഈ ഭൂമി ഭൂമിയാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു കമ്മീഷന്റെ ആവശ്യമില്ല എന്ന് ഞങ്ങൾ പറയുകയും ചെയ്ത്, പിന്നെ മുഖ്യമന്ത്രി അത് പറയുമ്പോൾ ഞങ്ങളത് മുഖവിലക്കെടുത്തു. പക്ഷെ ഇപ്പൊ കമ്മീഷന് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പറയുന്നത് ഗവൺമെന്റിന് അധികാരമുണ്ട് ഈ വിഷയം തീർക്കാൻ. ഗവൺമെന്റിന് അധികാരമുണ്ട് ഈ വിഷയം തീർക്കാൻ, ഗവൺമെന്റിന് അധികാരമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ കമ്മീഷൻ അവിടെ എന്താണ് സംഭവിച്ചേക്കണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജഡ്ജ്മെന്റ് കിട്ടിയാൽ കൃത്യമായിട്ടും അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇത് തീർക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട്. ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വഖഫ് നിയമം കേന്ദ്ര നിയമത്തിന്റെ പരിധിയിൽ വരുന്നതായതുകൊണ്ട് ഇതിനൊരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നാണ് വരേണ്ടത് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഈ നിലവിലെ ഈ കമ്മീഷനെ റദ്ദാക്കിയതും അത് ആ ഒരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി അത് റദ്ദാക്കിയത്. മാത്രമല്ല ഈ വഖഫ് ബോർഡിനാണ് ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിനാണ് ഇത്തരം വിഷയങ്ങളിൽ തീരുമാനം എടുക്കാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഇനി ഇതിലൊന്നുമില്ല ചെയ്യാൻ. സർക്കാരിന് ഈ വിഷയം തീർക്കാൻ പറ്റും. ഈ ട്രൈബ്യൂണലിൽ വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് വഖഫ് ട്രൈബ്യൂണലാണ്. ഇവിടെ ടേംസ് ആൻഡ് റെഫറൻസിൽ പറയുന്നത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാണ് കമ്മീഷൻ അയച്ചത്. കമ്മീഷന് അധികാരം ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എങ്കിലും കോടതി വിധി വരട്ടെ എന്ന് കാത്തു. ഇപ്പൊ കോടതി വിധി വന്നു, കമ്മീഷന് അധികാരമില്ല. എന്തായാലും കേന്ദ്ര നിയമം വന്നോട്ടെ. പക്ഷെ ഈ വിഷയം തീർക്കാൻ കേരള ഗവൺമെന്റിന് പറ്റും. കാരണം വഖഫ് ബോർഡ് ഈ ഭൂമി എഴുതിയെടുക്കാൻ നേരത്ത് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ അവരൊന്നും പാലിച്ചിട്ടില്ല. ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു നോട്ടീസ് കൊടുക്കുകയോ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയോ അതിരി തിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ ആസ്തി ഇവരെ കണക്കിലോട്ട് കയറ്റിയത് നിയമപരമായിട്ടല്ല അത് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ട്രൈബ്യൂണലിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വരും. ഞങ്ങള് ട്രൈബ്യൂണലിലെ കേസ് ഞങ്ങൾ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. ഇവിടെ ഗവൺമെന്റ് മിക്കവാറും അപ്പീൽ പോകാൻ സാധ്യതയും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അതെ, അതായത് ഈ കമ്മീഷനെ നിയമിച്ചപ്പോൾ തന്നെ നിങ്ങൾ സമരക്കാർ അല്ലെങ്കിൽ ഈ ഇത്തരം ഇത് മുനമ്പം സമരസമിതി ഇതിനൊരു എതിർപ്പ് അറിയിച്ചിരുന്നല്ലോ. ഇതൊരു പ്രശ്നപരിഹാരം ആകില്ല ഈ കമ്മീഷൻ എന്ന് നേരത്തെ തന്നെ നിങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ അത് യാഥാർത്ഥ്യമാവുകയാണ്. അത് പറഞ്ഞതുമാണ്. ഞങ്ങള് അന്ന് രാത്രി ഈ കമ്മീഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു പന്തംകുളത്ത് പ്രകടനം വരെ നടത്തിയതാണ്. വലിയൊരു പന്തംകുളത്ത് പ്രകടനം നടത്തി, വലിയ ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ ഒരു കേരള മുഖ്യമന്ത്രി നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനോട് സഹകരിക്കാൻ വേണ്ടി ഞങ്ങളുടെ സമരങ്ങളെല്ലാം 30% 100 ലൈവായിട്ട് നിന്നിരുന്ന ഞങ്ങളുടെ സമരം ഞങ്ങൾ 30-20% ആക്കി നിർത്തിയേക്കുന്ന ഇപ്പൊ വീണ്ടും ഞങ്ങളുടെ ആൾക്ക് എത്തിക്കാനായിട്ടായിരിക്കും ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ കിടപ്പാടം തിരിച്ചു കിട്ടുന്നവരും സന്ധിയില്ലാ സമരത്തിലോട്ട് ഞങ്ങൾ കടക്കും. അത് ഞങ്ങൾ ഒന്ന് ഗവൺമെന്റായിട്ട് ആലോചിച്ച് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരിക്കും ഞങ്ങൾ അടുത്ത ഘട്ടത്തിലോട്ട് കടക്കുന്നത്. ഈ പ്രശ്നം വലിച്ചു നീട്ടാനാണ് ഈ കമ്മീഷനെ നിയോഗിച്ചെന്ന ആരോപണം കൂടി ശരിവെക്കുകയാണ് ഇപ്പോൾ. അല്ലെ, അതിപ്പോ അത് തീർത്തും അങ്ങനെ തന്നെ നമ്മൾ പറയേണ്ട വന്നല്ല. കാരണം 3 മാസം നമ്മളുടെ വെറുതെ പോയതായിട്ടാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഒരു ഗവൺമെന്റിന് എന്തെല്ലാം സന്നാഹങ്ങളുണ്ട്, എന്തെല്ലാം മിഷനറികളുണ്ട്. ഈ ഏജ് നിസാരക്കാരനൊന്നല്ല, ഈ ഏജിനോടൊക്കെ ആലോചിച്ചിട്ടുള്ള കമ്മീഷൻ വെക്കുന്ന. അപ്പൊ ഒരു അധികാരമില്ലാത്ത കമ്മീഷനെ വെച്ചത് വളരെ മണ്ടത്തരമല്ലേ, അല്ലെങ്കിൽ മനഃപൂർവ്വമാണോ എന്താണെന്ന് നമുക്കറിയില്ല. അത് ഒരു കാരണവശാലും ഇത്തരം രീതികൾ കേരളത്തിൽ പിന്തുടരാണ്ടിരിക്കട്ടെ. അപ്പൊ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100-100 നിന്ന് ഇപ്പൊ 30 മാറ്റിയ സമരം ഇനി വീണ്ടും മൂർച്ച കൂട്ടാൻ സാധ്യതയുണ്ടോ?
മൂർച്ച കൂട്ടാൻ സാധ്യതയുണ്ട്. അത് ഞങ്ങൾ മുഖ്യമന്ത്രിനെ ഞങ്ങൾ ഈ വിവരങ്ങൾ അവതരിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഏത് രീതിയിലാണെന്ന് കണ്ടിട്ടായിരിക്കും അടുത്ത സ്റ്റെപ്പ്. ഞങ്ങൾ ഇന്ന് 4 മണിക്ക് ഞങ്ങൾ എല്ലാ സമുദായക്കാരോടും എല്ലാ സംഘടനകളും പള്ളിയിൽ മീറ്റിങ്ങിന് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിൽ നിന്ന് എല്ലാവരും കൂടി ഒരു അഭിപ്രായം സ്വരൂപിച്ച് ആ അഭിപ്രായം ഗവൺമെന്റിന്റെ മുമ്പിൽ വെക്കും. അത് എന്നോട് എങ്ങനെയാണ് പ്രതികരിക്കണമെന്ന് നോക്കിയിട്ടായിരിക്കും ഞങ്ങൾ തിരിച്ച് പ്രതികരിക്കുന്നത്. പ്രതികരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ രീതിയിലുള്ള പ്രതികരിക്കും. കാരണം ഞങ്ങളുടെ കുടുംബം പോയി കിടക്കണം. 3 വർഷവും 4 മാസമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ റവന്യൂ അവകാശം കിട്ടാത്തതുകൊണ്ട് ഞങ്ങളുടെ വീടുകൾ ചോർന്നൊലിക്കുന്നു. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല, വിദ്യാഭ്യാസം മുടങ്ങുന്നു. ഈ ആൺപിള്ളേരുടെ ആയാലും പെൺപിള്ളേരെ വിവാഹങ്ങൾ നടക്കുന്നില്ല. ഞങ്ങൾ ഈ 5ഉം 10ഉം സെന്റ് 3 സെന്റൊക്കെ സൊസൈറ്റിയിലൊക്കെ പണയം വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ 35 വർഷത്തിന് മുമ്പ് എല്ലാവിധ നിയമാനുസൃതമുള്ള രീതിയിലാണ് ഞങ്ങൾ ഭൂമി വാങ്ങുന്നത്. എല്ലാവിധ ടൈറ്റില് ഇത് അംഗീകരിക്കപ്പെട്ട ഒരു ഡോക്യുമെന്റിൽ നിന്നാണ് ഞങ്ങൾ ഈ ഭൂമി വാങ്ങുന്നത്. എല്ലാവിധ റവന്യൂ അവകാശത്തോടുകൂടി ഞങ്ങൾ ഇത്ര നാളോട് ജീവിച്ചു. ഞങ്ങളെല്ലാ ഇത്രയും ജനങ്ങള് എല്ലാവിധ ടാക്സും എല്ലാം കൊടുത്ത് ഒരു സുപ്രഭാതത്തില് ഇതിന് വേറെ അവകാശമുണ്ടെന്ന് വന്ന് പറയാൻ നേരത്ത് ഈ രീതിയിലല്ലായിരുന്നു ഗവൺമെന്റ് ഇടപെടേണ്ടത്. ആദ്യം തന്നെ അവരെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങളുടെ റവന്യൂ അവകാശം ഞങ്ങൾക്ക് തിരിച്ച് പുനഃസ്ഥാപിച്ച് തരേണ്ടതായിരുന്നു. ഈ കേസും ഞങ്ങൾ ഇതിന് ഇങ്ങനിട്ട് ഇപ്പൊ കേസിന് പോകണമെങ്കിൽ കോഴിക്കോട് പോകണം, തലേദിവസം പോകണം ട്രൈബ്യൂണലിൽ. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളുടെ ഞങ്ങൾക്ക് കൈമാറാം മാഡം. ശരിയാണ്, വളരെ വ്യക്തമാണ്. ശ്രീ സെബാസ്റ്റ്യൻ പാലക്കൽ, മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയാണ് നമ്മളോട് പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.